നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ലോകമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ സംഭാഷണം ആവശ്യമായി വരുന്നു. അപ്പോൾ സംഭാഷണം ഏതു തലത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. പലപ്പോഴും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇങ്ങനെ പറയണ്ടായിരുന്നു, അറിയാതെ എൻ്റെ വായിൽ നിന്ന് വീണുപോയി എന്നൊക്കെ പറയും. അങ്ങനെ വീഴാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാതെ വീഴുന്നത്? കാരണം എൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് വ്യക്തിത്വങ്ങൾ, പേഴ്സണാലിറ്റീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും വ്യക്തിത്വം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ എന്തോ പറയാൻ ആഗ്രഹിച്ചപ്പോൾ പറഞ്ഞപ്പോൾ വേറെന്തൊക്കെ ആയിപ്പോയി. അനാവശ്യ പദങ്ങൾ ഉപയോഗിക്കുന്നു, സ്നേഹമില്ലാതെ സംസാരിക്കുന്നു. എന്താണ് കാരണം? നമ്മൾക്ക് നമ്മുടെ തന്നെ യഥാർത്ഥത്തിലുള്ള നില കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ലാലാജി മഹാരാജ് പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉണ്മയിലേക്ക് കണക്ട് ചെയ്യും. കാരണം പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും എസെൻസ് അത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നും നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. നമ്മൾ മനുഷ്യന്മാരോട് സംസാരിക്കുന്ന സ്റ്റേറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാ ചരാചരങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ കോൺവെർസേഷൻ അതുണ്ടാവണം. എല്ലാ ജീവികൾക്കും അവരുടേതായിട്ടുള്ള സംഭാഷണ രീതികളുണ്ട്. നമ്മളെ കാണുമ്പോൾ ചില ജീവികൾ ഓടി രക്ഷപ്പെടുന്നു. നമ്മൾ നോക്കിയാൽ പൂച്ചയോ നായയോ കീരിയോ പാമ്പോ മനുഷ്യ കണ്ടാൽ അവർ ഓടി രക്ഷപ്പെടാൻ നോക്കും. പേടി കൊണ്ടാണ് അവർ നമ്മളെ ഉപദ്രവിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു സ്വാർത്ഥമായിട്ട് വൈബ്രേഷൻസ് വരുന്നു.
നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഭയം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ആ കണക്ഷനില്ല. ഇപ്പൊ ലാലാജി മഹാരാജ് പറയുന്നത് ആ സ്രോതസ്സുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നൊബിലിറ്റി, വിശാല മനസ്കത, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ആ വിശാല മനസ്കത അത് വാക്കുകളിലൂടെ പ്രവഹിക്കും. എല്ലാവരും ഹൃദയങ്ങളായിട്ടത് കണക്ട് ചെയ്യും. അപ്പം ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകളിലെ ശബ്ദം വ്യതിയാനങ്ങൾ അതിൽ ശ്രദ്ധിക്കണമെന്ന് ലാലാജി മഹാരാജ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ പിന്നെ അത് നാച്ചുറലായിട്ട് മാറും. നാച്ചുറലായിട്ട് അങ്ങനെ ഫ്ലോ ചെയ്യുന്നതാണ് ലാലാജി മഹാരാജ്. സ്നേഹത്തിൻ്റെ പ്രവാഹമായിട്ട് മാറുന്നു, ജനറോസിറ്റിയുടെ പ്രവാഹമായിട്ട് മാറുന്നു. നമ്മുടെ മുമ്പിൽ വരുന്നവരെല്ലാവരും യഥാർത്ഥത്തിൽ സഹോദരന്മാർ തന്നെയാണ്. എല്ലാവരും ഉമ്മ ഒന്ന് തന്നെയാണ് തിരിച്ചറിയുന്നത്. ആര് വന്നാലും അത് ഭഗവാൻ വന്ന പോലെ ആവണം. ചാരിജി മഹാരാജ് ഒരു കഥ പറയാനുണ്ടായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ മുനിമാരോട് പറയാണ്, ഞാൻ നിങ്ങളുടെ ടെന്റിലേക്ക് വരും, നാളെ വരുമ്പോൾ. പിറ്റേ ദിവസം ഒരു കാട്ടുപന്നി ഓടിക്കയറാണ് കൂടാരത്തിലേക്ക്. ഇവര് എല്ലാവരും വടിയെടുത്ത് ഓടിക്കും. പിന്നീട് ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ മേത്തൊക്കെ ഈ അടി കൊണ്ട പാടുകൾ. ഭഗവാൻ ചോദിക്കുകയാണ്, ഞാൻ വരാഹാവതാരമായിട്ട് വന്നിട്ടുണ്ടേ, നിങ്ങളത് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ മഹാബലിയുടെ മുമ്പിൽ വാമനനായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മഹാബലി തിരിച്ചറിയുന്നില്ല. നരസിംഹമായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പല ആൾക്കാരും ഭയപ്പെട്ടു. പ്രഹ്ലാദന് മാത്രമാണ് ഭയം ഇല്ലാണ്ട് പെരുമാറാൻ സാധിച്ചത്. നമ്മുടെ മുമ്പിൽ ഏത് രൂപത്തിൽ വന്നാലും നമുക്ക് ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കണം. ചാരിജി മഹാരാജ് പറയാറുണ്ട്, നിങ്ങൾക്ക് വില പിടിപ്പുള്ള എന്തെങ്കിലും ഒരു വസ്തു, ഇപ്പോൾ സ്വർണം, ഒരു അധികം ഭംഗിയില്ലാത്ത ഒരു കവറിങ്ങിൽ തന്നാൽ നിങ്ങൾ സ്വീകരിക്കില്ലേ? നമുക്കതിൻ്റെ ഉള്ളിലുള്ള ആ സ്വർണത്തിനാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആരെയും പ്രത്യക്ഷപ്പെടാം, ഉള്ളിലുള്ള ഡിവിനിറ്റിയെ കാണാൻ സാധിക്കും. നമ്മൾ അവിടെയായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. സൂപ്പർഫിഷ്യലായിട്ട് ഇൻട്രാക്ഷൻ അല്ല, നമ്മൾ ആഴത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. നമ്മുടെ ഇൻട്രാക്ഷൻ ആഴത്തിലാണ്. നമ്മളിൽ നിന്നും സംഭാഷണം പ്രവഹിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സ്നേഹത്തിൽ കോട്ടഡ് ആയിരിക്കണം. ചിന്ത എന്ന് പറയുന്നത് ഈ ഡിവൈൻ ആയിട്ടുള്ള എസൻസിന്റെ എൻവലപ്പാണെന്നാണ് ഒരു വിസ്പറിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ആ എൻവലപ്പ് അത് എത്രത്തോളം സ്നേഹം നിറഞ്ഞത് ആക്കുന്നു, അത്രത്തോളം ആ സംഭാഷണത്തിന് എഫക്റ്റിവിറ്റി ഉണ്ടാവും. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സ്നേഹത്തോട് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റിൻ്റെ മൂല്യം അത് ഉയരുകയാണ് ചെയ്യുന്നത്. അതേ ഗിഫ്റ്റ് തന്നെ നമ്മൾ പാർസലായിട്ട് അയക്കുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും എടുത്ത് കൊടുത്തയക്കുക, ഒരു മോശപ്പെട്ട കവറിൽ കൊടുക്കുക, അപ്പോൾ ലഭിക്കുന്ന ആൾക്ക് തോന്നും ഇത് കുറച്ചുകൂടി വൃത്തിയായിട്ട് തരായിരുന്നു എന്ന് തോന്നാം. നമ്മൾ കടകളിലൊക്കെ കയറുമ്പോൾ നല്ല രീതിയിൽ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള കടകൾ, പച്ചക്കറി അറേഞ്ച് ചെയ്ത കടകൾ, നമുക്കവിടെ കയറാൻ താല്പര്യമുണ്ട്. ഒരു സ്നേഹത്തോട് തരും, നല്ല വാക്കുകളോട് പറയുന്നു. അപ്പം സാധനം തന്നെയാണ്, പക്ഷെ ആ വാക്കുകൾ അതിൻ്റെ മൂല്യം കൂട്ടുന്നു, നമുക്ക് അവിടെ തന്നെ വാങ്ങാൻ തോന്നും. അപ്പം അതാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ചെയ്യുന്നത്. ഇത് തന്നെയാണ് സംഭാഷണത്തിന് വരുന്നത്. സംഭാഷണം നമ്മൾ സ്നേഹത്തിൻ്റെ ഗിഫ്റ്റ് നൽകണം. അപ്പം അത് പ്രാക്ടീസ് ചെയ്താലേ വരുള്ളൂ. ഇതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ആർട്ടിഫിഷ്യലായിട്ട് വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നു. എല്ലാവരും ശാന്തമായിരിക്കൂ, എന്നിട്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് ഒരു ബോറായിട്ട് മാറുകയാണ്. കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും ഇത് വെറുതെ കാണിക്കലാണ്. സഹോദരന്മാരെ എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് ഇല്ല. അവരെ ബ്രദേഴ്സിനോട് ഇങ്ങനെയാണോ പെരുമാറുക? ഒരിക്കലും ദാജിയോട് ഒരു അഭ്യാസം പറഞ്ഞു, അങ്ങ് എൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് പെരുമാറുന്ന പോലെയാണ് ഇപ്പം എന്നോട് പെരുമാറാൻ പോകുന്നത്. ഡോണ്ട് ഫൂൾ യുവർ സെൽഫ്. നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ മര്യാദയ്ക്ക് നോക്കൂ, അതാണ് വേണ്ടത്. അപ്പോൾ അത് അദ്ദേഹം ആ ആഴത്തിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ആണ് പ്രവേശിച്ചത്. കാരണം പേരൻസിനെ ശരിക്കും നോക്കാത്ത ഒരാൾ എങ്ങനെയാണ് മാസ്റ്റർ ശരിക്കും നോക്കുക, സ്നേഹിക്കുക? അപ്പം അച്ഛനെ പോലെ എങ്ങനെ കരുതുക? ഇതൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കേണ്ട തത്വങ്ങളാണ്. അപ്പോൾ നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ ആ സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ കൊണ്ടുവരണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുക?
അത് നമ്മൾ സ്വയം തന്നെ തിരിച്ചറിയും. എന്നോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക, സ്നേഹത്തോടെ സംസാരിക്കുക, ശരീരത്തോട് സ്നേഹത്തോടെ സംഭാഷണം നടത്തുക. ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്ത് ജോലിക്ക് പോകാൻ നോക്കുകയല്ല ചെയ്യുക. അത് കെയർ ചെയ്യണം, ആ ഭാഗത്ത് കെയർ ചെയ്യുക. വീട്ടിലുള്ള ആരെങ്കിലും വിഷമം അനുഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഓടുകയല്ല ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക. എൻ്റെ കാര്യം കൂടി നോക്കാതെ നിങ്ങളെങ്ങനെ നാട്ടിൻ്റെ കാര്യം നോക്കുന്നു? ഇപ്പോൾ ഒരു സിനിമ എടുത്ത് കണ്ടു, പ്രിയൻ ഓട്ടത്തിലാണ്, നല്ലൊരു സിനിമ. ഒരു വ്യക്തി പ്രിയദർശൻ എല്ലാവരുടെയും കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാറ്റിക്കേണ്ടി വരികയാണ്. മമ്മൂട്ടിയെ കാണാൻ ചെല്ലുകയാണ് ഒരു സിനിമ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ലേറ്റ് ആവും. പക്ഷേ ഇദ്ദേഹം വഴിയിൽ സഹായിച്ച ഒരു ലേഡി ഇദ്ദേഹത്തെ പറ്റി പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ എഴുതണം. അപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നു ഇദ്ദേഹത്തിൻ്റെ മഹത്വം. അവസാനം ഇദ്ദേഹം ഒരു ഡയലോഗ് പറയുന്നത്, നമ്മളൊരു റേസ് നടത്തുമ്പോൾ, ലെമൺ റേസ്, സ്പൂണിൻ്റെ മുകളിൽ നാരങ്ങ വെച്ചിട്ട് ഓടുമ്പോൾ നമ്മൾ നോക്കുന്നത് ഓടി ലക്ഷ്യത്തിലെത്തുന്നതല്ല, നാരങ്ങ സ്പൂണിൽ നിന്ന് വിടരുതെന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. നമ്മൾ ഈ ജീവിതത്തിൽ ഓടുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ആ സ്നേഹം നഷ്ടപ്പെടാതെ നമ്മൾ ഓടണം. അതെല്ലായിടത്തും. അപ്പം അതിൽ തന്നെ ഭാര്യ ഇദ്ദേഹത്തോട് പറയും, നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ കുറച്ചും കൂടി സാവകാശം, ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പാഠവും അതിലുണ്ട്. പക്ഷെ നല്ലൊരു ഫിലിമായിട്ട് നമ്മൾ ഉബുണ്ടു എന്നൊരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ട് ആഫ്രിക്കൻ കൺട്രീസിൽ. ഐ ആം ബിക്കോസ് വി ആർ. എല്ലാവരും ഒരുമിച്ചുള്ള ഒരു വളർച്ചയെ ശരിക്കും വളർച്ചയുള്ളൂ. അപ്പോൾ അതിൽ കുട്ടികൾ ഒരു റണ്ണിങ് റേസ് നടത്തുമ്പോൾ അതിലൊരു കുട്ടി വീണു പോകും. അപ്പോൾ ഈ കുട്ടികളെല്ലാം തിരിച്ചു വന്നിട്ട് ഈ കുട്ടീനെ എടുത്തിട്ട് ഓടുകയാണ്. അപ്പോൾ ഈ കണ്ടവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ അവർ പറയണ, അവനില്ലെങ്കിൽ ഈ റേസിന് എന്താ അർത്ഥമല്ല, എല്ലാവരും ഒരുമിച്ച് റണ്ണിങ് റേസിൽ ജയിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെല്ലാവരും എത്തട്ടെ. കോൺവെർസേഷൻ നടത്തുമ്പോൾ നമ്മൾ ഈ ഒരു മനോഭാവം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.